പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അത് അൽ ഇസ്റാ വൽ മിഅ്റാജ്, ഇസ്രാ മിഅ്റാജിനെ കുറിച്ചിട്ടാണ് അടുത്ത ചർച്ച. وقبل هجرة النبي الإسراء من مكة ليلا لقدس يدرى وقبل هجرة النبي وقبل ഹിജ്റത്തി, ഹിജ്റക്ക് മുമ്പായിട്ട്. ആരുടെ ഹിജ്റ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റക്ക് മുമ്പായിട്ടാണ് അൽ ഇസ്രാ, ഇസ്രാ നടന്നത്. അൽ ഇസ്രാ എന്ന് പറഞ്ഞാൽ ഇസ്രാ അവസാനത്തെ ഹംസ കളയുന്നതാണ് ബൈത്തായതുകൊണ്ട്. അപ്പോ പിന്നെ അത് എവിടെ നിന്ന് എവിടത്തേക്കാണ് നടന്നത്? മിൻ മക്കത്തിൻ ലൈലൻ ലിഖുദ്സിൻ യുദ്റ. മക്കയിൽ നിന്ന് മക്കയിൽ നിന്ന് ലൈലൻ രാത്രിയിൽ ലിഖുദ്സിൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ആണ് നടന്നത്. യുദ്റ അപ്രകാരം അറിയപ്പെടുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാനെ കുറിച്ചിട്ടാണ് ഈ ബൈത്തിൽ പ്രമേയം. വബഅദ ഇസ്രാഇൻ, ഇസ്രായിന് ശേഷം എന്ത് സംഭവിച്ചു? വബഅദ ഇസ്രാഇൻ, ഇസ്രായിന് ശേഷം ഉറൂജുൻ ലിസ്സമാ, ഉറൂജുൻ ഉയർന്നു സഞ്ചരിക്കൽ ഉണ്ട്, ലിസ്സമാ ആകാശത്തിലേക്ക്. ഹത്താ റഅൻ നബിയു, ഹത്താ ഏതുവരെ, റഅ കണ്ടു, അൻ നബിയു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു, റബ്ബൻ അള്ളാഹുവിനെ കണ്ടു. റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്, എല്ലാം പരിപാലിക്കുന്നവൻ, റബ്ബുൽ ആലമീൻ, അവനെ കണ്ടു. റബ്ബൻ കല്ലമ, ഏതവസ്ഥയിൽ? അള്ളാഹുവിനോട് സംസാരിക്കുന്നതായ അവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടു. അപ്പൊ അള്ളാഹുവിനോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ ബൈത്തുൽ മുഖദ്ദസ് വരെ, അതിനുശേഷം മിഅ്റാജ് ബൈത്തുൽ മുഖദ്ദസ് മുതൽ അള്ളാഹുവിനെ കണ്ട് സംസാരിക്കുന്നത് വരെ നടന്നിട്ടുണ്ട്. ഇനി പറയുന്നത് മിൻ ഗൈരി കൈഫിൻ വൻഹിസാരിൻ വഫ്തറബ്. എങ്ങനെയാണ് അള്ളാഹുവിനെ കണ്ടത്? അള്ളാഹുവിനെ എങ്ങനെയാണ് കണ്ടത്? മിൻ ഗൈരി കൈഫിൻ, രൂപമില്ലാതെ, മിൻ ഗൈരി കൂടാതെ, കൈഫ് എന്ന് പറഞ്ഞാൽ രൂപം, വൻഹിസാരിൻ ഇൻഹിസാർ കൂടാതെ. ഇൻഹിസാർ എന്ന് പറയുമ്പോൾ ഒരു പരിധി കൂടാതെ എന്നൊക്കെ വേണം അർത്ഥം കൊടുക്കാം. എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തെ നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാൽ എൻ്റെ ഇത്ര സെന്റിമീറ്റർ വീതിയുള്ള, ഇത്ര സെന്റിമീറ്റർ നീളമുള്ള, ഇത്ര സെന്റിമീറ്റർ ആഴമുള്ള, പരപ്പുള്ള എന്നൊക്കെ നമ്മൾ അതിനാണ് എന്ത് പറയാ? ഇൻഹിസാർ. ഇത്രയും ഇതിൽ ക്ലിപ്തമാവുക എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ രൂപത്തിൽ ഒരു കൃത്യതയാർന്ന കണക്കിൽ, ഒരു ക്ലിപ്തതയാർന്ന രൂപത്തിൽ അല്ല, അതുപോലെ തന്നെ ഒരു രൂപത്തിലും അല്ല. കാരണം അള്ളാഹു ലാ യുഹദ്ദു, അള്ളാഹുവിനെ പറ്റി പറയല് അവനിക്ക് പരിധി നിർണയിക്കാൻ കഴിയില്ല. അവൻ എങ്ങനെയാണ്, അവന്റെ രൂപം നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. മനുഷ്യന്മാർക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിൻ്റെയും അപ്പുറത്താണ് അള്ളാഹുവിന്റെ രൂപം. അപ്പൊ അള്ളാഹുവിനെ എങ്ങനെ കണ്ടു? അള്ളാഹു ആലം, അത് നമുക്കറിയില്ല എന്നതാണ് അതിന്റെ ഉത്തരം. വഫ്തറള അലൈഹി ഖംസൻ, വഫ്തറൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കി, അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർബന്ധാക്കി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉമ്മത്തിന് നിർബന്ധാക്കി. ഖംസൻ 5 നേര നിസ്കാരം, ബഅദ ഖംസീന 50 വക്ത് നിസ്കാരമായതിനു ശേഷം, ഖംസീന എന്ന് പറഞ്ഞാൽ 50 ആയതിനു ശേഷം, ഫറദ് 50 വക്ത് നിസ്കാരം ഫർളാക്കപ്പെട്ടതിന്, അള്ളാഹു ഫർളാക്കിയതിന് ശേഷം 5 വക്താക്കിയിട്ട് അള്ളാഹു എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടുത്തെ ഉമ്മത്തിനും നിർബന്ധമാക്കി. വബല്ലഗൽ ഉമ്മത, ഉമ്മത്തിനെ അറിയിച്ചു, സമുദായത്തെ അറിയിച്ചു. ബിൽ ഇസ്രാ കൊണ്ട് അറിയിച്ചു. വഫർളി ഖംസത്തിൻ 5 നേരത്തെ നിർബന്ധ നിസ്കാരം കൊണ്ടും അറിയിച്ചു. ബല്ലഗൽ ഉമ്മത്തിനെ അറിയിച്ചു. ബിൽ ഇസ്രാ നടന്നതായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലേന്ന് രാത്രി നടന്ന സംഭവ വികാസങ്ങൾ പിറ്റേന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഉമ്മത്തിനെ അറിയിക്കുന്നുണ്ട്. അതാണ് പറയുന്നത്. ബല്ലഗൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനെ അറിയിച്ചു. ബിൽ ഇസ്രാ എന്ന് പറയുന്ന മക്കയിൽ നിന്നും
ബൈത്തുൽ മുഖദ്ദസ് വരെ നടന്ന ആ ഒരു യാത്രയെ പറ്റിയിട്ട് പിന്നെ അറിയിച്ചു. വഫർളി ഹംസത്തിൻ 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കിയതിനെ കുറിച്ചും അറിയിച്ചു. ബിലംതിറായിൻ യാതൊരു സംശയമോ ഒന്നും കൂടാതെ അത്രയും കൃത്യമായിട്ട് വ്യക്തമായിട്ട് നടന്ന സംഭവം അതിനെക്കുറിച്ച് എന്ത് ചെയ്തു? ഉമ്മത്തിനിക്ക് അറിയിച്ചു കൊടുത്തു. ഖദ് ഫാസ ബിലംതിറ എന്ന് പറഞ്ഞാല് സംശയലേശമന്യേ, യാതൊരു സംശയവും ഇല്ലാതെ, യാതൊരു സന്ദേഹവും ഇല്ലാതെ, എന്നുവെച്ചാൽ അത്രയും കൃത്യമായിട്ട് നടന്നതായിട്ട് തങ്ങൾക്ക് മനസ്സിലായതും നടന്നു കഴിഞ്ഞതായിട്ടുള്ള കാര്യം അതെല്ലാം അറിയിച്ചു. ഇതുവരെ പറഞ്ഞാൽ എന്താ ഡൗട്ട് ഉണ്ടോ? ചോദിച്ചോളി. ഡൗട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. എന്നാ പോവാ. അള്ളാഹുവിനെ ഡൗട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോ അള്ളാഹുവിനെ കണ്ടു എന്ന വിഷയമാണ് അവിടെ പറഞ്ഞത്. അള്ളാഹുവിനെ കണ്ടത് സ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് കഴിഞ്ഞിട്ട് ആക്കിയേക്കൊന്ന് പറയും. ഞാൻ ആക്കൂ, ഞാൻ ഇപ്പൊ ക്ലാസ്സിലാണ്. അപ്പൊ അള്ളാഹുവിനെ കണ്ടു എന്ന് പറയുന്നത് പ്രത്യേകമായ ഒരു രൂപമോ അതല്ലെങ്കിൽ പ്രത്യേകമായിട്ട് അത് ഒരു മനുഷ്യനെ, ഒരു പ്രകൃതിയിലുള്ള സാധാരണ ഒരു വസ്തുവിനെ കാണുന്ന രൂപത്തിലേ അല്ല കണ്ടത്. സാധാരണ നമ്മൾ എന്തൊരു വസ്തുവിനെ കണ്ടു കഴിഞ്ഞാലും അതിന് പിന്നെ എന്തുണ്ടാകും? ഒരു രൂപവും ഭാവമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ അതിന് കൃത്യമായ നീളവും വീതിയും ഒക്കെ ഉണ്ടാവും. ആ ഒരു രൂപത്തിലൊന്നും അല്ല, ഒരു രൂപത്തിലോ ഭാവത്തിലോ ഒന്നുമല്ല അള്ളാഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടത്. എന്താണ് അങ്ങനെ കാണുന്നു എന്നതിന്റെ പ്രശ്നം? കാരണം പ്രപഞ്ചം അടക്കി ഭരിച്ച് നിയന്ത്രിച്ച് കൊണ്ടുനടക്കുന്ന അള്ളാഹുവിനെ പറ്റിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ ആ ഒരു നമ്മുടെ രക്ഷിതാവായ അള്ളാഹു എന്നത് അത് ഈ ഒരു രൂപത്തിലും ഭാവത്തിലും ഉണ്ടാവാൻ പറ്റുന്ന കാര്യമല്ല. അത് നമ്മുടെ ചിന്തകൾക്ക് നമുക്ക് എങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ അതിനൊക്കെ അപ്പുറത്താണ് അള്ളാഹു. ലാ തുദ്രിക്കുൽ അബ്സാർ വഹുവ യുദ്രിക്കുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ. അവനെ പിന്നെ പൂർണ്ണമായി ക്ലിപ്തപ്പെടുത്തിക്കൊണ്ട് അവന്റെ രൂപവും മറ്റുമൊക്കെ അറിയുന്ന രൂപത്തിൽ അവനെ കാണാനും അതുപോലെ ചെയ്യാനും ഒരു കണ്ണുകൾക്കും സാധിക്കില്ല എന്നാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. നബിതങ്ങൾ കണ്ടത് അത് എന്താണ് അതിന്റെ രൂപം? അത് രൂപത്തിലല്ല കണ്ടത്, അത് കൈഫിലല്ല കണ്ടത്. കൈഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഒരു രൂപം നിങ്ങൾക്ക് ഇത് കണ്ടാൽ അതിന് വീണ്ടും കണ്ട നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ അങ്ങനത്തെ ഒരു രൂപം അത് അള്ളാഹുവിനെ സങ്കല്പിക്കാൻ കഴിയില്ല എന്നതാണ് പറഞ്ഞത്. അതിൽ കൂടുതൽ ആഴത്തിൽ ചിന്തിച്ച് നോക്കിയതുകൊണ്ട് കാര്യമില്ല. കാരണം നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തൊരു നമുക്ക് മനസ്സിലാക്കാൻ പരിമിതിയുള്ള ഒരു അസ്തിത്വമാണ് അള്ളാഹു എന്ന് പറയുന്നത്. ഖദ് ഫാസ സിദ്ദീഖുൻ ബിതസ്ദീഖിൻ ലഹു വബിൽ ഉറൂജി സിദ്ഖു വാഫ അഹ്ലഹു. ഖദ് ഫാസ സിദ്ദീഖുൻ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവർ വിജയിച്ചു. എങ്ങനെ വിജയിച്ചു? ഖദ് ഫാസ തീർച്ചയായും വിജയിച്ചു. സിദ്ദീഖുൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിതസ്ദീഖിൻ സത്യമാക്കിയതു കാരണം, വാസ്തവീകരിച്ചത് കാരണം, ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ സത്യവൽക്കരിച്ചത് കാരണം, വബിൽ ഉറൂജി അസ്സിദ്ഖു വാഫ അഹ്ലഹു, വബിൽ ഉറൂജി അസ്സിദ്ഖു വാഫ അഹ്ലഹു. അതുപോലെ തന്നെ ഉറൂജ് എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞു ഉയർന്ന് ആകാശത്തിലേക്കുള്ള ഉയർന്ന സഞ്ചാരം അഥവാ ഇസ്രായേൽ കഴിഞ്ഞതിന് ശേഷമുള്ള മിഅ്റാജ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്കുള്ള ആ യാത്ര, അയാൻ ആകാശം കഴിഞ്ഞിട്ടുള്ള ആ യാത്ര ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന്. ആ ഉറൂജ് കാരണം, ആ ഉറൂജ് കൊണ്ട് അസ്സിദ്ഖു വാഫ അഹ്ലഹു, സത്യം അത് അതിന്റെ ആളുകൾക്ക് എത്തി എന്ന് പറഞ്ഞാല് അസ്സിദ്ഖു വാഫ, സിദ്ഖ് എത്തി, അഹ്ലഹു അതിന്റെ അഹ്ലുകാർക്ക്. അപ്പോ അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്ന ആളുകൾ ഇതും സത്യം തന്നെയാണെന്ന് അവർ വിധി എഴുതി. തങ്ങളെ വിശ്വസിക്കുന്നതിൽ പിന്നെ സംശയവും അതുപോലെ തന്നെ സന്ദേഹമൊക്കെയുള്ള ആളുകൾ ഇതും കളവാണെന്ന് വിധി എഴുതി. അപ്പോ സത്യമാക്കിയവർ സത്യമാക്കി, സത്യത്തിന്റെ ആളുകൾക്ക് അത് സത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിൽ ക്ലോസ് വഹാദിഹി അഖീദത്തുൻ മുഖ്തസറ. ഇത് കഴിഞ്ഞു, ഇനി ഖാത്തിമ അവസാനിക്കുകയാണ്.
വഹാദിഹി അഖീദത്തുൻ മുഖ്തസറ വലിൽ അവാമി സഹ്ലത്തുൻ മുയസ്സറ. ഇത് അഖീദത്തുൻ മുഖ്തസറ, ഇതൊരു ചെറിയ അഖീദയുടെ കിതാബാണ്. വഹാദിഹി ഇതാകുന്നത് അഖീദത്തുൻ മുഖ്തസറത്തുൻ, ഇത് ചെറിയ ഒരു അഖീദത്തുൻ മുഖ്തസറത്തുൻ, വളരെ ചുരുക്കിയിട്ടുള്ള ഒരു അഖീദയുടെ കിതാബാണ്. വലിൽ അവാമി സഹ്ലത്തുൻ മുയസ്സറ, വലിൽ അവാമി സാധാരണക്കാർക്ക് സഹ്ലത്തുൻ വളരെ ഈസിയാണ്, മുയസ്സറത്തുൻ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ്. നാദിമു തിൽക അഹ്മദുൽ മർസൂഖി, ആരാണ് ഈ ബൈത്തുകൾ എഴുതിയത്, കോർവ ചെയ്തത്? അത് അഹ്മദുൽ മർസൂഖി എന്നവരാണ്. മൻ യന്തമി ലിസ്സാദിഖിൽ മസ്ദൂഖി, മൻ ഒരുത്തരാണ് അവര്, യന്തമി അവര് ചേരുന്നു, ലിസ്സാദിഖിൽ മസ്ദൂഖ് സാദിഖുൽ മസ്ദൂഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിലേക്ക് ചേരുന്നവരാണ്. അപ്പൊ അവിടുത്തെ കുടുംബത്തിൽപ്പെട്ടവരാവാം. വൽഹംദുലില്ലാഹി വസല്ല സല്ലമ, വൽഹംദുലില്ലാഹി അള്ളാഹുവിനാണ് സർവസ്തുതിയും, വസല്ല സല്ലമ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വലാത്ത് ചെയ്യട്ടെ, പ്രത്യേകമായ ഗുണങ്ങൾ വർഷിക്കട്ടെ, വസല്ലമ സലാമും ചെയ്യട്ടെ, അൽ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ, ഖൈരി മൻ ഖദ് അല്ലമ, എങ്ങനെയുള്ള നബിയാണ്? ഖൈരി മൻ ഏറ്റവും ഉത്തമരായവരാണ്, ഖദ് അല്ലമ പഠിപ്പിച്ച കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായ അധ്യാപകൻ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹദീസിൽ കാണാലോ, ഇന്നി ബുഇസ്തു ഇലൈക്കും മുഅല്ലിമ, ഞാൻ നിങ്ങൾക്ക് അധ്യാപകനായിട്ടാണ് അയക്കപ്പെട്ടത്. അപ്പൊ ഏറ്റവും ഹൈറായിട്ടുള്ള അധ്യാപകരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അധ്യാപനം ഓരോ ഘട്ടത്തിലും അതിന് അനുസൃതമായ രൂപത്തിലായിരുന്നു. നബി തങ്ങളെ പറ്റി ഹദീസിൽ കാണാം, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു തെറ്റായ ഒരു പ്രവണത അത് തിരുത്താൻ ഉദ്ദേശിച്ചാൽ ഒരു വ്യക്തിയെ വിളിച്ചുകൊണ്ട് പേരെടുത്ത് പരാമർശിച്ചുകൊണ്ട് ഒരാളെയും പ്രയാസപ്പെടുത്തുമായിരുന്നില്ല. മറിച്ച് ജനമധ്യേ സംസാരിക്കും. എന്താണ് ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നത്? മാ ബാലു അഖ്വാമി യഫ്അലൂന കദാ വകദാ, ഈ രൂപത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ജനങ്ങൾക്ക് തർബിയത്ത് കൊടുത്തിരുന്നത് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം. അതുപോലെ തന്നെ അധ്യാപനത്തിന്റെ വലിയ മാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കും. പള്ളിയിൽ മൂത്രമൊഴിച്ച ഒരു സഹാബി ഉണ്ടല്ലോ, ഒരു അഅറാബിയായ മനുഷ്യൻ. അതിനുശേഷം ജനങ്ങളൊക്കെ മൂത്രമൊഴിക്കുന്നതിനിടെ തന്നെ സഹാബികൾ പ്രശ്നമാക്കാൻ തുടങ്ങിയ സമയത്ത് നബി തങ്ങൾ അദ്ദേഹത്തെ വിടാൻ പറഞ്ഞു, അദ്ദേഹത്തെ വിടാൻ പറഞ്ഞു. അദ്ദേഹം മുഴുവനായി മൂത്രമൊഴിക്കുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ മൂത്രമൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ വിളിച്ചു വരുത്തിക്കൊണ്ട് പറഞ്ഞു, പിന്നെ ഇത് പള്ളിയാണ്, ഇവിടെ മൂത്രമൊഴിക്കാനൊന്നും പറ്റൂല. ആ വിഷയങ്ങൾ നല്ല രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി വിട്ടു. എന്നിട്ട് സഹാബികളോട് പറഞ്ഞു, അവിടെ കുറച്ച് വെള്ളം ഒഴിക്കി, ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കാനാണ് പറഞ്ഞത്. അല്ലാതെ അദ്ദേഹത്തെ അതിന്റെ പേരിൽ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെറ്റായ രൂപത്തിൽ അദ്ദേഹത്തോട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനത്തിന്റെ മാതൃക. അതേ സമയത്ത് നബിതങ്ങൾ ചില സമയങ്ങളിൽ പിന്നെ ദേഷ്യം പിടിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ജനങ്ങൾ പ്രയാസപ്പെടുന്ന ഏത് സാഹചര്യം കണ്ടാലും അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദനിക്കുമായിരുന്നു. അതിന്റെ ഒരു ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. അവിടുന്ന് വലിയ സ്വഹാബിയാണ്. നബിതങ്ങളുടെ സ്വഹാബികളിൽ ഏറ്റവും പ്രമുഖരായ സ്വഹാബികളിൽപ്പെട്ട ഒരാളാണ്. വലിയ ആലിമായിരുന്നു അവര്. അപ്പൊ അവര് നബിതങ്ങളോടൊപ്പം ജമാഅത്ത് നിസ്കരിച്ചതിന് ശേഷം അവരുടെ വീടിന്റെ അടുത്തുള്ള പള്ളിയോ അല്ലെങ്കിൽ അവിടെ നിസ്കരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് അവിടെ ഇമാമായിട്ട് വീണ്ടും നിസ്കരിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ നിസ്കരിച്ചിരുന്ന അവര് അവിടെ വെച്ചിട്ട് ദീർഘനേരം ഖുർആൻ ഓതിയിട്ട് വലിയ സൂറത്തുകൾ ഓതുമായിരുന്നു. അങ്ങനെ ഒരു സഹാബി പിന്നെ നിസ്കാരത്തിനിടയിൽ കൈയിളക്കി. അദ്ദേഹത്തിന് പ്രയാസമുള്ള മനുഷ്യനാണ്, പ്രായം ഉണ്ടാവാം, മറ്റു കാരണങ്ങൾ കൊണ്ട്. അദ്ദേഹം നബിതങ്ങളെ കണ്ട് സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് വല്ലാത്ത പ്രയാസമുണ്ട്, ഇങ്ങനെയാണ് അദ്ദേഹം ചെയ്യുന്നത്, വലിയ സൂറത്ത് മാത്രമേ ഓതുള്ളൂ. അപ്പൊ നബിതങ്ങള് മുആദ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ആ ഫത്താനു നന്ത, താങ്കൾ അവിടെ ഫിത്ന ഉണ്ടാക്കുകയാണോ ജനങ്ങൾക്കിടയിൽ എന്ന് ചോദിച്ചുകൊണ്ട് നബിതങ്ങൾ എന്ത് ചെയ്തു? രോഷാകുലനായി എന്ന് നമുക്ക് കാണാം. അപ്പോള് പിന്നെ മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനത്തിൽ നബിതങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. അപ്പൊ ഈ രൂപത്തിൽ ഏറ്റവും ഉന്നതരായ അധ്യാപകരായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിയാണ് വൽ ആലി വസ്സഹബി വകുല്ലി മുർഷിദിൻ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മഹത്തായ സ്വലാത്തും സലാം ഉണ്ടാവട്ടെ, അവിടുത്തെ ആലിന്റെ മേലിൽ ഉണ്ടാവട്ടെ,
എന്താണ് ആല് നബി കുടുംബം? അതിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്ന്, അവിടുത്തെ അഹ്ലു ബൈത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പേരിൽ ഉണ്ടാവട്ടെ. വസ്സഹബി അവിടുത്തെ സഹാബാക്കളുടെ മേലിൽ ഉണ്ടാവട്ടെ. വകുല്ലി മുർഷിദിൻ എല്ലാ വഴി കാണിക്കുന്ന പിന്നെ ഷെയ്ഖുമാരുടെ അതുപോലെ തന്നെ ഉന്നതരായ അധ്യാപകർ അവരുടെ മേലിലും വർഷിക്കട്ടെ. വകുല്ലിമൻ ബിഖൈരി ഹദീൻ യഖ്തദി വകുല്ലിമൻ എല്ലാവരുടെ മേലിലും വർഷിക്കട്ടെ. എങ്ങനെയുള്ളവരാണ്? ബിഖൈരി ഹദീൻ ഏറ്റവും നല്ല മാർഗത്തിൽ യഖ്തദി അവർ പിന്തുടരുന്നു. അങ്ങനെയുള്ള ആളുകളുടെ മേലിലും അള്ളാഹുവിന്റെ സ്വലാത്തും സലാമും വർഷിക്കട്ടെ. വഅസ്അലുൽ കരീമ ഇഖ്ലാസൽ അമൽ വഅസ്അലു ഞാൻ ആവശ്യപ്പെടുന്നു, ഞാൻ ചോദിക്കുന്നു, അൽ കരീമ അങ്ങേയറ്റം മാന്യനായ അള്ളാഹുവിനോട് ഇഖ്ലാസൽ അമൽ എൻ്റെ അമലുകളെല്ലാം മുഖ്ലിസാവാൻ വേണ്ടിയിട്ട്, ഇഖ്ലാസ് ഉള്ളതാവാൻ വേണ്ടിയിട്ട്, അവന് വേണ്ടിയിട്ട് തനിപ്പിക്കപ്പെട്ട ഇഖ്ലാസ് എന്ന് പറഞ്ഞാല് അഖ്ലസ യുഖ്ലിസു ഇഖ്ലാസ് എന്നൊക്കെ പറഞ്ഞാല് അവൻ തനിപ്പിക്കുക, അത് മറ്റുള്ളവർക്ക് വേണ്ടി ആവാതിരിക്കുക, ആ രൂപത്തിലാവാൻ വേണ്ടി ഞാൻ അവനോട് ചോദിക്കുന്നു. വനഫ്അ കുല്ലിമൻ ബിഹാ ഖദ് ഇസ്തഗൽ അതുപോലെ തന്നെ വനഫ്അ കുല്ലിമൻ വനഫ്അ ഉപകാരപ്പെടുന്നതിനെയും ഞാൻ ചോദിക്കുന്നു. ആർക്ക്? കുല്ലിമൻ എല്ലാവരുത്തർക്കും ബിഹാ ഖദ് ഇസ്തഗൽ എൻ്റെ ഈ പദ്യം കൊണ്ട് ജോലിയായിട്ടുണ്ട് എന്ന് വെച്ചാൽ എൻ്റെ ഈ പദ്യം പഠിക്കുകയും പാരായണം ചെയ്യുകയും അത് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടും ഞാൻ എന്ത് ചെയ്യുന്നു? ചോദിക്കുന്നു. ഇവിടെ തന്നെ ആക്കണം. എനിക്ക് ഒച്ചപ്പാടുണ്ടാക്കും. ഞാൻ ക്ലാസ് എടുക്കുന്ന കണ്ണാണ് എനിക്ക്. നെക്സ്റ്റ് അബിയാത്തുഹ ഇത് അവസാനിക്കാൻ പോവാണ്. അബിയാത്തുഹ ഇതിന്റെ ബൈത്തുകൾ, ഈ കവിത എന്തോ ആരോ പറഞ്ഞോ? മുണ്ടാടുക്കാൻ പറഞ്ഞിട്ട് കേൾക്കല്ലേ. അത് കഴിഞ്ഞ് ഇനി അബിയാത്തുഹ ഈ ബൈത്തുകൾ മൈസുൻ മൈസാണ്. മൈസാണെന്ന് പറഞ്ഞാല് അത് നമ്മള് എത്ര എണ്ണ ഉണ്ടെന്ന് അറിയിക്കുന്ന ഒരു പദാണ്. ബി അദ്ദിൽ ജുമലി ജുംലകളുടെ എണ്ണം പ്രകാരം. താരീഖുഹ ലി ഹൈഗുർ ജുമലി അത് ലി ഹൈഗുർ ജുമലാണ്. സമ്മൈത്തുഹ അഖീദത്തുൽ അവാമി ഞാനിതിന് പേര് വെച്ചു അഖീദത്തുൽ അവാം എന്ന്. മിൻ വാജിബിൻ ഫിദ്ദീനി ബിത്തമാമി മിൻ വാജിബിൻ ഫിദ്ദീനി ദീനിൽ വാജിബായ കാര്യങ്ങൾ ബിത്തമാമി മുഴുവനായിട്ടും പറഞ്ഞുകൊണ്ടുള്ള അഖീദത്തുൽ അവാം അതാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടോ? എന്താണ് ഈ മൈസ് ലി ഹൈഗുർ എന്നൊക്കെ പറഞ്ഞാൽ? അത് എന്റെ ഹനാൻ ഒന്ന് ഒച്ചല്ലാണ്ട് കുഞ്ഞേ. മൈസ് എന്ന് പറയുമ്പോ അത് ഈ അബ്ജദ് ഹവ്വസ് ഹെത്തി കലിമൻ എന്ന് തുടങ്ങിയിട്ടുള്ള അറബിക്കിലുള്ള പിന്നെ അബ്ജദ് കണക്ക് പ്രകാരമുള്ള അക്ഷരങ്ങളുടെ എണ്ണാണ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൽ 57 ബൈത്ത് ഉണ്ട്. അത് അതിനനുസരിച്ചിട്ടുള്ള ജുംലകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതിന്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് ഇപ്പൊ പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം അത് വിശാലമായിട്ടുള്ള ഒരു ഇൽമാണ്. അബ്ജദ് കണക്ക്, അബ്ജദ് ഹവ്വസ് എന്ന് പറയുമ്പോൾ ആ എന്ന് പറയുമ്പോൾ 1, ബ് 2, ജ് എന്ന് പറയുമ്പോൾ 3, ദ് എന്ന് പറയുമ്പോൾ 4. അബ്ജദ് ഹവ്വസ്. ഹ 5, വ 6, സ് 7, ഹി എന്നത് 8, ത്വാ 9, തി ഹിത്തി യാ 10. കലിമൻ എന്ന് പറയും പിന്നെ 20, 30, 40, 60, 80, 100, 200 അങ്ങനെ പോകും അതിന്റെ കണക്ക്. അപ്പൊ അതിനെ കുറിക്കുന്ന നമ്മള് 20 എന്ന് എഴുതുന്നത് പോലെ എഴുതുന്നതാണ് ഈ അറബി കണക്കിലുള്ള എഴുത്ത് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് അവസാനിപ്പിക്കല്ലേ ഈ കിതാബ്? ഇവിടെ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം.
വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മള് വേറൊരു ബൈത്ത് കൂടെ തുടങ്ങിയിരുന്നു, ഹിദായത്തുൽ അദ്കിയ. അതും ഈ പറഞ്ഞ കോലത്തിൽ കുറച്ച് വലിയ കിതാബ് തന്നെയാണ്. പിന്നെ അതിൽ നമ്മൾ ഒരു പകുതിയോട് അടുത്തിട്ടേ ഉള്ളൂ, തീർന്നിട്ടില്ല, ഇനിയുണ്ടത്. അപ്പൊ അഖീദയുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഈ കിതാബിൽ, നമ്മളിപ്പോ കഴിഞ്ഞുപോയ കിതാബിൽ ചർച്ച ചെയ്തത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഴയ ക്ലാസ്സുകൾ കേൾക്കാത്തതുണ്ടെങ്കിൽ എടുത്ത് കേൾക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ചർച്ചകളും അതിൽ നടന്നിട്ടുണ്ട് നമ്മളെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ. പിന്നെ അത്രയാണ് പറയാനുള്ളത്. പിന്നെ അടുത്തത് കിതാബുൽ അദ്കിയ. അദ്കിയാണ് നമ്മൾ ഓതിക്കൊണ്ടിരുന്നത്. അദ്കിയയില് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സുന്നത്തുകള് മുഹാഫളത്ത് ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ്. തസവുഫിന്റെ മാർഗത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മള് സുന്നത്തുകളിൽ യാതൊരു വീഴ്ചയും വരുത്താൻ പാടില്ല. സുന്നത്ത്, അതായത് തസവുഫ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, നമുക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ. ഒരിക്കലും നബിതങ്ങളുടെ അടുത്തേക്ക് വന്നു. അപ്പോ ഹദീസിൽ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, പിന്നെ അവര് വരുന്ന സമയത്ത് യാത്രയുടെ യാതൊരു അടയാളങ്ങളും കാണുന്നൊന്നുമില്ല. പക്ഷെ ഈ അടുത്തൊന്നും ഇവിടെ എവിടെയും കാണാത്തൊരു മനുഷ്യനാണ്. അങ്ങനത്തെ ഒരു രൂപത്തില് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ വന്നു. അങ്ങനെ വന്നുകൊണ്ട് പള്ളിയിൽ വന്ന് നബിതങ്ങളുടെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് ചോദിച്ചു, മൽ ഇസ്ലാം മൽ ഈമാൻ, എന്താണ് ഈമാൻ എന്ന് ചോദിച്ചു. അപ്പോ തുഅ്മിന, അത് നീ താങ്കൾ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുക, അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, അങ്ങനെ തുടങ്ങി വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അങ്ങനെ ഈമാൻ കാര്യങ്ങൾ 6 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അമൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പറഞ്ഞപ്പോ അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അങ്ങനെ തുടങ്ങിയിട്ട് നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം മൂന്നാമതായി ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതിലേക്ക്, അതാണ് ഇപ്പൊ നമ്മളെ വിഷയം. ഒമൽ ഇഹ്സാൻ യാ റസൂലല്ലാഹ്, എന്താണ് ഇഹ്സാൻ എന്ന് ചോദിച്ച സമയത്ത് അവിടുന്ന് കൊടുത്ത മറുപടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, നീ അള്ളാഹുവിനെ ആരാധിക്കലാണ്, കഅന്നക തറാഹു, നീ അവനെ കാണുന്നത് പോലെ ആരാധിക്കലാണ്, അവൻ മുൻപിൽ ഉള്ളതുപോലെ നീ അവനെ ആരാധിക്കലാണ്. ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. അപ്പോ നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ കാണുന്നത് പോലെ നീ മനസ്സിൽ കൊണ്ടുവരണം. ഈ കാണുന്നത് പോലെ എന്നത് നമുക്ക് ബാധകമാണ്, അള്ളാഹുവിന് ബാധകമല്ല. കാരണം അവൻ നമ്മളെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവിടെ ഒരു കാണുന്നത് പോലെ എന്നൊരു സംഭവമില്ല. അതേസമയത്ത് നമ്മൾ അവനെ കാണുന്നുണ്ടോ? അത് കാണുന്നില്ല. അപ്പൊ നമുക്കാണ് കാണുന്നത് പോലെ നമ്മൾ ഇബാദത്ത് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോ ആ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുന്നതിന്റെ ഭാഗമാണ് പിന്നെ സുന്നത്തുകൾ എടുക്കുക എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. നമുക്കിഷ്ടം പോലെ സമയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ദുഹർ നിസ്കരിക്കുകയാണ്. നേരെ പോയിട്ട് നിയത്ത് വെക്കുന്നു, കൈ കെട്ടുന്നു, വജ്ജഹത്തോ അഊദോ ഒന്നുമില്ല, നേരെ ബിസ്മി മുതൽ തുടങ്ങി ഫാത്തിഹ ഓതി റുക്കുവിൽ പോയി ഒരു ദിക്റും ചെല്ലുന്നില്ല. സുക്ക് പോയി, എഴുതാലിൽ പോയി, ദിക്റൊന്നുമില്ല. സുജൂദ് പോയി, യാതൊരു ദിക്റും ഇല്ല. 1-2 സെക്കൻഡ് അവിടെ നിന്ന് അങ്ങനെ എണീറ്റ് കുമ്പിട്ട് എണീറ്റ് പോകുന്ന നിസ്കരിച്ച് ഫർദായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ തഹിയ്യാത്ത് ഇരുന്നിട്ടില്ല. അവസാനത്തെ തഹിയ്യാത്തില് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, അവിടം വരെ ഒരു പിടി പോയി നിന്ന് സലാം വീട്ടി പോയി. ഇതെന്ന് പറയുന്നത് ഫർദായ നിസ്കാരം അവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്, ബാധ്യത നിറവേറ്റിയിട്ടുണ്ട്. പക്ഷെ ഇത് നോക്കിക്കാണുന്ന ഒരാൾ മുന്നിൽ ഉണ്ടാകുന്ന സമയത്ത് അത് ആർക്കാണ് ഇത് നിസ്കരിക്കുന്നത്? അള്ളാഹുവിന്. എന്നാൽ അവൻ മുന്നിൽ നിന്ന് കാണുന്നുണ്ട് എന്ന ബോധം വരുമ്പോ ഈ സുന്നത്തുകൾ എടുക്കാതെ അവനിക്ക് നിസ്കരിക്കാൻ കഴിയില്ല. അപ്പൊ അതിന്റെ വജ്ജഹത്ത് ഓതും. അള്ളാഹു നേരെ മുന്നിൽ, നമ്മൾ അള്ളാഹുവിനെ കാണുന്നാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുക? അപ്പൊ നമ്മൾ സുന്നത്തുകളൊക്കെ എടുക്കും. ആ രൂപത്തിൽ ഈ സുന്നത്തുകൾ എടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ഇഹ്സാൻ എന്നതിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, തസവുഫ് എന്ന് പറഞ്ഞാൽ അതിൽ വലിയൊരു ഭാഗം തന്നെ ഇഹ്സാൻ എന്ന ആശയത്തെയാണ് ചർച്ച ചെയ്യുന്നത്. അള്ളാഹുവിനെ കാണാതെ തന്നെ കാണുന്നത് പോലെ എങ്ങനെ ഇബാദത്ത് ചെയ്യണം, എങ്ങനെ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തണം എന്നതാണ് ഈ തസവുഫിന്റെ പ്രമേയം, തസവുഫിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പിന്നെ എന്ത് പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ,
സുന്നത്തുകൾ മുറുകെ പിടിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. അതാണ് ഒന്ന്. പിന്നെ ആ വിഷയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇനി ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് അതിനുശേഷം തവക്കുലിനെ കുറിച്ചാണ്. തവക്കുൽ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് ഭരമേൽപ്പിക്കുക. അത് നമ്മൾ കുറച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്, എന്താണെന്നുള്ളത്. എന്താണ് തവക്കുൽ എന്നുള്ളതിന്റെ അടിസ്ഥാനപരമായുള്ള കുറച്ച് ചർച്ചകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ഭരമേൽപ്പിച്ച ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ആ, അപ്പോ അത് ഒരു 3 ബൈത്ത് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. വമിൻഹ തവക്കുലു, ഈ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആള് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതില് അവനെ അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ, അതിൽപ്പെട്ടതാണ് തവക്കുല്. എന്താണ് തവക്കുല്? വതവക്കലൻ, നീ തവക്കുൽ ചെയ്യുക. മുതജദ്ദിദൻ ഫീ റിസ്ഖിക, നിന്റെ റിസ്കിൽ നീ മുതജദ്ദിദാവുക. ഫീഖതൻ ബിവഅദിർ റബ്ബി അക്രമ മുഫ്ദില, പിന്നെ നിന്റെ റിസ്ക്, നിനക്ക് ലഭിക്കേണ്ട നിനക്ക് ലഭിക്കേണ്ട വീട്, സമ്പത്ത്, കാറ്, വണ്ടി, വാഹനം, ഭക്ഷണം, എല്ലാ വിഷയത്തിലും നീ നീ എന്ത് ചെയ്യണം? ഒരു മുത്തജദ്ദിദാവണം. മുത്തജദ്ദിദാവണം എന്ന് പറഞ്ഞാല് നിനക്ക് എന്റെ കഴിവ് കൊണ്ട് എന്തെങ്കിലും കിട്ടുന്നുള്ള ബോധത്തിൽ നിന്ന് പുറത്തു കടക്കണം. ഇതിനാണ് മുത്തജദ്ദിദാവുക എന്ന് പറയാം. തനിപ്പിച്ചവനാവുക. എന്തില്? ഫീ റിസ്കിക, നിന്റെ റിസ്കില് നീ മുതജദ്ദിദാവണം. ഫിഖതൻ ബിവഅദിർ റബ്ബി, അതെങ്ങനെ? ഫിഖതൻ, ഉറപ്പോടുകൂടെ, ബിവഅദിർ റബ്ബി, അള്ളാഹുവിന്റെ വാഗ്ദാനം കൊണ്ട് മനസ്സിൽ ഉറപ്പ് രൂപപ്പെടുത്തിയവനായിട്ട്. എങ്ങനെയുള്ള റബ്ബ്? അക്രമ മുഫ്ദില, അങ്ങേയറ്റം, മുഫ്ദില, ഈ ഉപകാരം ചെയ്യുന്നതിൽ ഏറ്റവും മാന്യനായ, അക്രമായ അള്ളാഹുവിന്റെ വാഗ്ദത്വം, അതിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് പിന്നെ നീ തവക്കുൽ ചെയ്യുക, അള്ളാഹുവിനെ എല്ലാ വിഷയം ഏൽപ്പിക്കുക. അമ്മൽ മുഈലു ഫലാ യജൂസു ഖുഊദുഹു അൻ മക്സിബിൻ ലിഇയാലിഹി മുതവക്കില. അമ്മൽ മുഈലു, അങ്ങനെ കുടുംബമുള്ള ആള്. അപ്പൊ ഈ തവക്കുലിനെ പറ്റി പറയുമ്പോ അപ്പൊ പിന്നെ വീട്ടില് ഭാര്യ, മക്കളും, ഉമ്മയും ഉപ്പയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തി എല്ലാം കൈവിട്ടുകൊണ്ട് വാപ്പാനും ഉമ്മാനെയും ഒക്കെ ഇവരൊക്കെ നോക്കേണ്ട ബാധ്യത നിലനിൽക്കെ പിന്നെ എല്ലാം തവക്കുലാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കുത്തിരിക്കാൻ പറ്റുമോ? അത് പറ്റില്ല. അമ്മൽ മുഈലു, അപ്പോൾ കുടുംബമുള്ളവൻ, ഫലാ യജൂസു ഖുഊദുഹു, അവനിക്ക് ഇരിക്കാൻ പാടില്ല. ഖുഊദ് എന്ന് പറഞ്ഞാല് വെറുതെ ഇരിക്കുക. അൻ മക്സിബിൻ, ജോലിക്ക് പോവാതെ, ലിഇയാലിഹി, അവന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി ജോലിക്ക് പോവാതെ ഇരിക്കൽ. മുതവക്കില, എല്ലാം അള്ളാഹ് തന്നോളും എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ പാടുണ്ടോ? അത് പാടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, പിന്നെ അപ്പോ തവക്കുൽ എന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാഹ് തരും എന്നുള്ള വിശ്വാസമല്ല, അപ്പൊ പിന്നെ അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നത്. അത് വ്യത്യാസം എന്ന് പറഞ്ഞാല്, തവക്കുല് വേണമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം പിന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യണ്ട എന്നല്ല. അങ്ങനെ എല്ലാ മനുഷ്യന്മാരും തവക്കുല് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ കുത്തിരുന്ന പരിപാടി നടക്കും. അപ്പോ ലാഹിറായ, ഇവിടെ ലോകത്തൊരു എല്ലാ കാര്യങ്ങളും അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് അസ്ബാബ് മുസബ്ബബാത്ത് എന്ന രീതിയിലാണ്. ഉദാഹരണത്തിന്, തീ കത്തിച്ചു കഴിഞ്ഞാൽ വെളിച്ചമുണ്ടാവും. തീ കത്തുന്ന തീയിൽ തൊട്ട് കഴിഞ്ഞാൽ കൈ കരിയും, കൈ പൊള്ളും. ഇത്തരത്തില് ഓരോ കാര്യങ്ങൾക്കും അതിന്റെ കാരണങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പൊ കാര്യകാരണങ്ങളുടെ ഒരു ശൃംഖലയാണ് ഈ ലോകം എന്ന് പറയുന്നത്. കാര്യകാരണങ്ങളുടെ ഒരു ശൃംഖലയാണ് ഈ ലോകം എന്ന് പറയുന്നത്. അപ്പോ വിശപ്പ് വന്നാൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അതിനുള്ള ഒരു ഈ ഒരു പ്രപഞ്ച സിദ്ധാന്തം, പ്രപഞ്ച നിയമം എന്ന് പറയുന്നത്. അപ്പൊ ആ ഭക്ഷണം ലഭിക്കണമെങ്കിൽ ജോലി ചെയ്യണം എന്നുള്ളതാണ് വേറൊരു അതിനുള്ള കാരണം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ്, മറ്റു സമ്പാദ്യ മാർഗങ്ങൾ കണ്ടെത്തണം എന്നുള്ളതാണ്. പണം വേണം, പണം വേണമെങ്കിൽ സമ്പാദ്യം വേണം എന്നുള്ളതാണ് ഈ പ്രപഞ്ച നിയമം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പൊതുവെയുള്ള പ്രപഞ്ചത്തിലുള്ള നമ്മുടെ സാധാരണ രീതി എന്ന് പറയുന്നത്. അപ്പോ തവക്കുൽ ഉള്ള വ്യക്തി എന്താ ചെയ്യേണ്ടത്? അത് ഇങ്ങനെ അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നതോടുകൂടെ അള്ളാഹുവിൽ തവക്കുലാക്കുക. ഞാനിങ്ങനെ കുറെ പൈസ ഉണ്ടാക്കിയോണ്ട് മാത്രം എന്റെ ആവശ്യങ്ങൾ ഭംഗിയായി നടക്കണമെന്നില്ല. അതിന് അള്ളാഹുവിന്റെ എന്ത് വേണം? സഹായം വേണം എന്ന
അവനിൽ കാര്യങ്ങൾ പരമേൽപ്പിക്കുക, എന്നിട്ട് പണിയെടുക്കുക. അതാണ് ശരിക്ക് ചെയ്യേണ്ടത്, അല്ലാതെ വീട്ടിൽ കുത്തിരിക്കുക എന്നുള്ളതല്ല എന്നാണ് ഈ ബൈത്തിൽ മനസ്സിലാക്കുന്നത്. എന്താ ഡൗട്ട് ഉണ്ടോ? പിന്നെ ലാ തബ്ദുലൻ ലിന്നാസി ഇർലക താമിഅൻ ഫീ മാലിഹിം ഔ ജാഹിഹിം മുതദല്ലില. ചില ആളുകളുണ്ടാവും ഇങ്ങനെ ഒരു സൂഫിയായിട്ടൊക്കെ ചമയും, എന്നിട്ട് പിന്നെ മറ്റുള്ളവരുടെ ധനത്തിൽ കണ്ണ് നട്ടിരിക്കുന്നവർ, അവരുടെ സഹായം ആവശ്യപ്പെടുന്നവർ, എല്ലാവരെയും ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്. സൈനുദ്ദീൻ മഹ്ദൂദ് തങ്ങൾ പറയാ, ലാ തബ്ദുലൻ നീ നൽകരുത്, ലിന്നാസി ജനങ്ങൾക്ക്, ഇർലക നിന്റെ അഭിമാനത്തെ നീ നൽകരുത്, ഫീ മാലിഹിം അവരുടെ താമിഅൻ നീ ആഗ്രഹിച്ചുകൊണ്ട്, ഫീ മാലിഹിം അവരുടെ ധനത്തിൽ, ഔ ജാഹിഹിം അല്ലെങ്കിൽ അവരുടെ പിന്നെ പദവിയിൽ, പ്രതാപത്തിൽ, മുതദല്ലില നീ ഒരു നിന്ദ്യനായിക്കൊണ്ട് ജനങ്ങളുടെ പിന്നെ ധനത്തിലോ അവരുടെ ജാഹിലോ നീ എന്ത് ചെയ്യരുത്, കണ്ണ് നടരുത്, അതിനുവേണ്ടി നീ നിന്റെ അഭിമാനത്തെ വിൽക്കരുത് എന്നാണ് ഈ ബൈത്തിൽ പറയുന്നത്. അപ്പൊ തവക്കുലായിരിക്കണം. അപ്പോ പിന്നെ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, നീ നിന്റെ കുടുംബത്തെ ജനങ്ങളോട് കൈനീട്ടി യാചിക്കുന്ന അവസ്ഥയിൽ വിടുന്നതിലും നല്ലത് അവർക്ക് കുറച്ച് ധനം അനന്തര സ്വത്താക്കി ബാക്കി വെച്ചുകൊണ്ട് മരണപ്പെടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറയുന്നുണ്ട്. അപ്പോ ആവശ്യമായ രീതിയിൽ പണം സമ്പാദിക്കുകയും അത് കുടുംബത്തെയും മറ്റും പോറ്റുകയും അത് അവർക്ക് വേണ്ടി കരുതി വെക്കുകയൊക്കെ ചെയ്യുന്നത് അതൊന്നും തവക്കുലിനെതിരല്ല എന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ ഏറ്റവും തവക്കുൽ. എന്റെ ചങ്ങായ, നീ ഒന്നും മിണ്ടാണ്ടിക്കോ, നാവ് തുറന്ന് സൗണ്ട് ഉണ്ടാക്കരുത്. പിന്നെ നബി തങ്ങളാണല്ലോ ഏറ്റവും തവക്കുലുള്ള ആള്, ഏറ്റവും അള്ളാഹുവിനെ ഏറ്റവും ഭയക്കുന്നതും അള്ളാഹുവിനെ ഏറ്റവും തഖ്വ ചെയ്യുകയൊക്കെ ചെയ്യുന്ന നബി തങ്ങളാണ്. അതേ നബി തങ്ങൾ തന്നെയാണല്ലോ ഇത് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജോലി ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, ഒരു സഹാബിയുടെ കൈ കണ്ട സമയത്ത് അദ്ദേഹം ജോലി ചെയ്ത് ഇങ്ങനെ പണിപെട്ടിട്ടുണ്ടായ കൈയാണ്, ഇങ്ങനെ താമ്പ് പിടിച്ച വിധങ്ങൾ അതിനെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചു. അതുപോലെ തന്നെ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും ഉത്തമമായ ഭക്ഷണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. അപ്പൊ അതൊക്കെ ജോലി ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കുടുംബത്തെ പോറ്റുന്നതിനെ കുറിച്ചൊക്കെയാണ്. ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഭക്ഷണത്തിന് പോലും പുണ്യമുണ്ട്. അപ്പോ അതൊക്കെ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞാല് പിന്നെ അധ്വാനിക്കേണ്ട രൂപത്തിൽ അധ്വാനിക്കുകയും അങ്ങനെ ധനം സമ്പാദിച്ചുകൊണ്ട് കുടുംബത്തെ പോറ്റുകയൊക്കെ ചെയ്യണം. ഇതൊക്കെ ഇബാദത്ത് തന്നെയാണ്. അവിടെയൊക്കെ തവക്കുലും വേണം അതോടൊപ്പം. എന്നല്ലാതെ ഒന്നും അസ്ബാബുകളോട്, കാര്യകാരണങ്ങൾ എന്ന് പറയുന്ന ഈ കാരണങ്ങളോട് ബന്ധപ്പെടാതെ കാര്യം ഉണ്ടാവും വിചാരിച്ച് ഇങ്ങനെ കുത്തിരിക്കുക എന്ന് പറയുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതമല്ല ഒരിക്കലും ഇസ്ലാം. അത് പിന്നെ സാധാരണ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ഉള്ള ഒരു അവസ്ഥയല്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി പറയുന്നത് വമിൻഹൽ ഇഖ്ലാസു, ഈ കാര്യങ്ങളിൽ പെട്ടതാണ്. ഏത് കാര്യങ്ങൾ? അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, അതിൽപ്പെട്ടതാണ് തവക്കുൽ. നമ്മളിപ്പോൾ പറഞ്ഞു. ഇനിയാണ് ഇഖ്ലാസ്, അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ. അതിൽപ്പെട്ടതാണ് ഇഖ്ലാസ്. എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാല്? ഒരു അഭിപ്രായം പറയും. നമ്മൾ ഇന്നത്തെ മറ്റൊരു ബൈത്തിൽ നമ്മൾ സംസാരിച്ചു ഇഖ്ലാസിനെ കുറിച്ച്. എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാല്? നിഷ്കളങ്കത. മാഷാ അല്ലാഹ്. പിന്നെ വേറെ എന്താ അഭിപ്രായം ഉണ്ടോ? ഓക്കെ. അപ്പൊ ഇഖ്ലാസ് എന്ന് പറഞ്ഞാല് നിഷ്കളങ്കത. അതന്നെ നിഷ്കളങ്ക എന്ന് പറഞ്ഞാല് കളങ്കമില്ലാതെ ആരാധന അള്ളാഹുവിന് വേണ്ടിയിട്ട് സമർപ്പിക്കുക. അതിനാണ് ഇഖ്ലാസ് എന്ന് പറയാം. നിഷ്കളങ്കത എന്ന് പറഞ്ഞാൽ എന്താ? കളങ്കം ഇല്ലാതിരിക്കുക എന്നുള്ളതല്ലേ. അപ്പൊ നമ്മളൊരു ഇബാദത്ത് ചെയ്യുമ്പോൾ അത് മറ്റുള്ള ഒരാൾ കാണാൻ വേണ്ടി, കേൾക്കാൻ വേണ്ടി, എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി, നമ്മെപ്പറ്റി നല്ല വിചാരം ഉണ്ടാവാൻ വേണ്ടി
നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി എന്ന യാതൊരു കളങ്കവും ഇല്ലാതെ നിഷ്കളങ്കമായിട്ട് ആരാധനകൾ അള്ളാഹുവിന് അർപ്പിക്കുന്നതിനാണ് എന്ത് പറയാ, ഇഖ്ലാസ് എന്ന് പറയുന്നത്. അഖ്ലിസ്, അപ്പോ നീ നിന്റെ അമലുകളെ നീ അള്ളാഹുവിന് തനിപ്പിക്കണം, കളങ്കമില്ലാതെ അള്ളാഹുവിന് സമർപ്പിക്കണം. വദാ, അതാകുന്നത് അല്ലാ തുരീദ ബിത്വാഅത്തിൻ, വദാ അതാകുന്നത് അല്ലാ തുരീദ നീ ഉദ്ദേശിക്കാതിരിക്കലാണ്, ബിത്വാഅത്തിൻ ഒരു ആരാധന കൊണ്ടും നീ പിന്നെ ഉദ്ദേശിക്കാതിരിക്കലാണ്, ഇല്ലത്തഖറുബ മിൻ ഇലാഹിക പിന്നെന്താ ദിൽകല, ഇല്ലത്തഖറുബ മിൻ ഇലാഹിക നിന്റെ ഇലാഹിൽ നിന്ന് അടുക്കാൻ, നിന്റെ ഇലാഹിനോട് അടുക്കാൻ, നിന്റെ രക്ഷിതാവിനോട്. ഇലാഹ് എന്ന് പറഞ്ഞാല് നിന്റെ ആരാധ്യൻ എന്ന അർത്ഥത്തിനാണ് ഇവിടെ വരുന്നത്. നീ ആരാധിക്കുന്ന ആരെയാണോ അള്ളാഹുവിനെയാണ്. എന്നാൽ അവനോട് അടുക്കാനല്ലാതെ മറ്റൊരു ഉദ്ദേശവും ഇല്ലാതെ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യുന്നതിനാണ് എന്ത് പറയാ, ഇഖ്ലാസ് എന്ന് പറയാം. അപ്പോ ഏതെങ്കിലും വേറെ ഉദ്ദേശങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ അത് ഇഖ്ലാസിനെതിരാകും എന്നതിൽ യാതൊരു സംശയമില്ല. ലാ തഖ്സിദൻ മഅഹു ഇലാ ഗറദിദ്ദുനാ കസനാഇഹിം ഔ നഹ്വി ദാക തവസ്സുല. ലാ തഖ്സിദൻ മഅഹു, നീ അതിനോടൊപ്പം നീ കരുതരുത്. അള്ളാഹുവിനോട് അടുക്കാനാണ് എന്ത് ചെയ്യുന്നത്, ഇബാദത്ത് ചെയ്യുന്നത്. അതിനോടൊപ്പം നീ കരുതരുത്. ലാ തഖ്സിദൻ നീ കരുതരുത്, മഅഹു അള്ളാഹുവിനോട് അടുക്കണം എന്ന് പറയുന്ന ഈ ഉദ്ദേശത്തോടൊപ്പം, ഇലാ ഗറദിദ്ദുനാ ദുന്യവിയായ ഉദ്ദേശങ്ങള്, ആഗ്രഹങ്ങള്, അല്ലെങ്കിൽ ദുന്യവിയായ അഗറാദുകൾ എന്ന് പറഞ്ഞാൽ ലക്ഷ്യങ്ങള്, ദുന്യവിയായ ലക്ഷ്യങ്ങൾ നീ എന്ത് ചെയ്യരുത്, മുന്നിൽ വെക്കരുത്. ക സനാഇഹിം ജനങ്ങളുടെ പ്രശംസ, ക സനാഇഹിം ജനങ്ങളുടെ പ്രശംസ പോലെ, പ്രശംസ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇബാദത്ത് ചെയ്യാം. ഔ നഹ്വിദാക്ക അല്ലെങ്കിൽ അതുപോലത്തെ വല്ലതും, ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും ഒരു സ്ഥാനക്കയറ്റം കിട്ടാൻ, അല്ലെങ്കിൽ ആ രൂപത്തിൽ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഇബാദത്ത് ചെയ്യാം. തവസ്സുല, അത് ഔ നഹ്വിദാക്ക തവസ്സുല അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു ഉന്നതിയിലേക്ക് എത്താൻ, ഒരു ഉയർച്ചയിലേക്ക്, ഒരു മാറ്റത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അത് പാടില്ല. വഹ്ദർ നീ സൂക്ഷിക്കണം, റിയാഅൻ റിയാഇനെ സൂക്ഷിക്കണം. റിയാ ആണ് ഈ ഇഖ്ലാസിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാല് അള്ളാഹുവിന് വേണ്ടി നിഷ്കളങ്കായിട്ട് ഇബാദത്ത് ചെയ്യുക. റിയാ എന്ന് പറഞ്ഞാലോ മറ്റുള്ളവരെ കാണാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുക. അതല്ല റിയാ എന്ന് പറഞ്ഞാല്. നമ്മളിപ്പോ പിന്നെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തുറക്കുന്നു, ഇല്ല, ഭൗതിക കാര്യങ്ങൾക്ക് ദുആ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. വിശുദ്ധ ഖുർആനിൽ ദുആ പഠിപ്പിച്ചെന്നല്ലോ. വമിൻഹും മൻ യഖൂലൂന റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വിശുദ്ധ ഖുർആനിലുള്ള ആയത്താണ്, സൂറത്തുൽ ബഖറ. അപ്പോ എന്താ പറഞ്ഞേ, റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ, അള്ളാഹ് പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞതാ. റബ്ബന അള്ളാഹുവേ, ആത്തിന ഞങ്ങൾക്ക് നൽകണമേ, ഫിദ്ദുനിയ ഹസനത്തൻ ദുനിയാവിലെ ഹസനത്തിനെ തരണം, വഫിൽ ആഖിറത്തി ഹസനത്തൻ ആഖിറത്തിലും ഹസനത്ത് തരണം എന്ന് ചോദിക്കുന്നവർ വിശുദ്ധ ഖുർആൻ പ്രശംസിച്ചിട്ടുണ്ട്. അപ്പോ എന്റെ ആഖിറത്തിലുള്ള കാര്യങ്ങളൊക്കെ നീ തരണം, ദുനിയാവിലുള്ള ഒരു കാര്യം നീ തരണം എന്നൊന്നുമില്ല. അത് എന്നെ കൊണ്ട് തന്നെ സാധിക്കും എന്ന ഒരു സംഭവമല്ല, മറിച്ച് അത് ചോദിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. ചോദിക്കുന്ന പ്രശ്നമാണോ എന്നുള്ളതല്ല, അത് ചോദിക്കുകയാണ് വേണ്ടതെന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. അതൊരിക്കലും ഇരിയാവൂല. നെക്സ്റ്റ്, റിയാദ് എന്ന് പറഞ്ഞാല് ഒറ്റപ്പദം എന്താ? ലോകമാന്യത. അതെ അതെ, ലോകമാന്യത എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, ഞാൻ ചോദിച്ച പദത്തിന്റെ അർത്ഥം ലോകമാന്യത. അപ്പോ ലോകം മാനിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം അല്ലേ? ലോകം നമ്മൾ ചെയ്യുന്നതിനെ മാനിക്കണം, അതിനു വേണ്ടി ചെയ്യുന്നത്, അതാണ് റിയാ. വഹദർ റിയാഅൻ നീ സൂക്ഷിക്കണം, വഹദർ നീ സൂക്ഷിക്കണം, റിയാഇനെ സൂക്ഷിക്കണം.
എന്താ റിയാഇന്റെ പ്രശ്നം? മുഹ്ബിതൻ, അത് നശിപ്പിക്കുന്നതാണ്. ഇബാദത്തിനെ നശിപ്പിച്ചു കളയും. എന്ത്? റിയാ ഇബാദത്തിനെ നശിപ്പിക്കും. ഫൻദുർ ഇലാ നദ്മിൽ അലീമി ഫതക്മുല. ഫൻദുർ ഇലാ നദ്റിൽ അലീമി ഫതക്മുല. അതുകൊണ്ട് ഫൻദുർ, നിങ്ങളെ മൈക്ക് മ്യൂട്ട് ചെയ്യോ? ഫൻദുർ, അപ്പോൾ നീ നോക്കുക, നിന്റെ നോട്ടം എപ്പോഴും പതിയേണ്ടത് എങ്ങോട്ടാണ്? ഇലാ നദരിൽ അലീമി, അലീമായ അള്ളാഹുവിന്റെ നോട്ടത്തിലേക്കാണ് നീ നോക്കേണ്ടത്. ഫതക്മുല, അപ്പോൾ നീ പൂർണ്ണമാകും, നീ പൂർണ്ണത കൈവരിക്കും. ആ രൂപത്തിലാണ് നമ്മൾ മാറി വരിക. അപ്പോ അത് ആ ഹദീസിലേക്ക് സൂചനയാണത്. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ അള്ളാഹുവിനെ അവനെ കാണുന്നത് പോലെ നീ അവന് ഇബാദത്ത് ചെയ്യണം. എന്നാലോ, കാരണം നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. അപ്പൊ നീ അവനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യണം. അതാണ് ഇഹ്സാൻ. അതാണ് നമ്മുടെ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന്റെ ഒരു പൂർണ്ണത. ആ പൂർണ്ണത നിനക്ക് കൈവരിക്കാൻ നിന്റെ ആരാധനകളിൽ നീ അള്ളാഹുവിലേക്ക് നോക്കണമെന്നാണ് ഈ ബൈത്ത് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ മൈക്ക് മ്യൂട്ടായിട്ടില്ലല്ലോ. ഓക്കെ, ഇനി ലാ തുൽഹിറൻ, ഈ പറഞ്ഞ എന്തോ ഡൗട്ട് ഉണ്ടോ? ലാ തുൽഹിറൻ, ലാ തുൽഹിറന്ന ഫളീലതൻ കൈ തഅതഖദ് ലാ തുബ്രിസന്ന ലിയുൻകിറുക റദായില. എന്താ പറഞ്ഞത്? ലാ തുൽഹിറന്ന, നീ എന്ത് ചെയ്യരുത്? പുറത്ത് കാണിക്കരുത്. ലാ തുൽഹിറന്ന, നീ പുറത്ത് കാണിക്കരുത്. ഫളീലതൻ, ഒരു ശ്രേഷ്ഠതയെയും നീ പുറത്ത് കാണിക്കരുത്. എന്തിനു വേണ്ടിയിട്ടാണ്? കൈ തുഴത്തക്കത്, ഓ നിനക്ക് അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഒരു ഉദാഹരണത്തിന്, പിന്നെ ഞാൻ എന്ത് ചെയ്തു, വീണ് കിട്ടിയൊരു പൈസ അയാൾക്ക് എടുത്ത് വിളിച്ചിട്ട് അയാൾക്ക് കൊടുത്തു. പരിചയക്കാരനാണ്, അയാളുടെ കയ്യിൽ നിന്ന് വീണത് ഞാൻ കണ്ടിട്ടുണ്ട്. എടുത്ത് വിളിച്ചിട്ട് അയാള് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ കണ്ടെത്തി അദ്ദേഹത്തിന് കൊടുത്തു. അപ്പൊ കൊടുക്കുന്ന സമയത്ത് ഞാനൊരു നല്ല കാര്യമാണ് അവിടെ ചെയ്തത്. അതിന്റെ ഉദ്ദേശം, ഈ ചങ്ങായി ഞാനൊരു സത്യസന്ധനാണെന്ന് വിശ്വസിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി കൊടുത്താലോ ആ പുണ്യമാക്കപ്പെട്ട അമൽ അവിടെ പൊളിഞ്ഞില്ലേ? ലാ തുൽഹിറന്ന ഫളീലത്തൻ, നീ ഒരു നല്ല കാര്യത്തെയും ഒരു ഫളീലത്തിനെയും നീ എന്ത് ചെയ്യരുത്? വെളിവാക്കരുത്. കൈ തുഴത്തക്കഥ, നീ പിന്നെ നീ അത്രക്കാരനാണ്, നീ അങ്ങനത്തെ ഒരു വിശേഷണം ഉള്ള ആളാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് നീ അങ്ങനെ ചെയ്യരുത്. ലാ തുബ്രിസന്ന, ഇതൊക്കെ ഒരു ഉദാഹരണമായിട്ട് പറയാം. ലാ തുബ്രിസന്ന, നീ അതുപോലെ തന്നെ വെളിവാക്കരുത്. ലാ തുബ്രിസന്ന എന്ന് പറഞ്ഞാൽ ലാ തുൽഹിറന്ന എന്ന് തന്നെ അർത്ഥം, നീ വെളിവാക്കരുത്. ലാ തുബ്രിസന്ന ലിയുൻകിറുക റദായില, നീ ലാ തുൽഹിറന്ന റദായില, നീ പിന്നെ മോശമായ കാര്യങ്ങൾ നീ വെളിവാക്കരുത്. എന്ന് വെച്ചാൽ എന്തേലും എന്താ പറയാ, നിലവാരം കുറഞ്ഞ പ്രവർത്തനങ്ങൾ നിന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കരുത്. അതെന്തിനാ? ലിയുൻകിറുക, അവര് നിന്നെ ഒന്ന് നിഷേധിച്ച് പറയാൻ വേണ്ടിയിട്ട്, നിന്നെ തള്ളി പറയാൻ വേണ്ടിയിട്ട് നീ എന്തേലും ഒരു കാര്യം ചെയ്യുക, അതും റിയാ ആണ്. ഒരു ഉദാഹരണത്തിന്, പുറത്ത് ഒരു കുഴപ്പമില്ലാത്ത കോലത്തില് നടക്കുന്നുണ്ട് ആൾക്കാരുടെ ഇടയിൽ. അപ്പൊ ഇവനിങ്ങനെ കുറച്ചിങ്ങനെ ഒരു തസൗഫിന്റെ ചിന്തകളൊക്കെ വന്നപ്പോ ഞാൻ ആള് വളരെ മോശമല്ലേ, ജനങ്ങൾ എന്നെ പറ്റിയിട്ട് എന്തെല്ലോ നല്ലതെന്നൊക്കെ വിചാരിക്കുന്നുണ്ടല്ലോ, അതേസമയത്ത് ഞാൻ ആള് മോശമാണല്ലോ, എന്നാ പിന്നെ ഓലെല്ലാം എന്നെ പറ്റി മോശമാണെന്ന് മനസ്സിലാക്കുന്ന രൂപത്തിൽ എന്തേലും പുറത്ത് വന്ന് ചെയ്യാം, അങ്ങനെ എന്തേലും ഒരു മോശപ്പെട്ട ഒരു കാര്യം ചെയ്യാം. അങ്ങനെ ചെയ്യുന്നത് അതും റിയാ ആണ്. അതാണ് പറഞ്ഞത്. നിന്നെ ആളുകള് നിന്നെ തൊട്ട് വിട്ടു നിൽക്കാനും നിന്നെ തള്ളി പറയാനും ഒക്കെ, നിന്നെ ഇൻകാർ ചെയ്യാനൊക്കെ കാരണമാകുന്ന ഹേതുവാകുന്ന വല്ല പ്രവർത്തനവും ആ ഉദ്ദേശത്തോടുകൂടെ നീ ചെയ്തു കഴിഞ്ഞാൽ അതും റിയാഇന്റെ പരിധിയിലാണ് വരിക. അപ്പൊ നീ മോശമാവാനും ഓവർ നന്നായി എന്ന് കാണിക്കാനോ ഞാൻ മോശമാണെന്ന് കാണിക്കാനോ, നീ കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ടോ അതൊക്കെ റിയാ ആണ്.
സാന്ദർഭികമായിട്ടൊരു ഒരു 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 അനുഭവം പറയാം. നമ്മുടെ വഫാത്തായിപ്പോയ ഷെറി ആലിക്കുഞ്ഞ് ഉസ്താദ്, അവിടുത്തെ ഖബറല്ലാഹുത്താല വിളിച്ചായി കൊടുക്കട്ടെ. അവിടുന്ന് ഒരിക്കലും ഉസ്താദിന്റെ അടുത്തല് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്ന ഒരു അതിഥിയായിട്ട് ചെന്ന വ്യക്തി പറഞ്ഞ അനുഭവമായിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഭക്ഷണം ഇടട്ടെ എന്ന് ചോദിച്ചു. കുറച്ചും കൂടി ഇടട്ടെ. വേണ്ട 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 എന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ് സൂചിപ്പിച്ച ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. നിനക്ക് ശരിക്കും വേണ്ടെങ്കിൽ മാത്രം വേണ്ട എന്ന് പറഞ്ഞാൽ മതി. നിനക്ക് ഇനിയും കഴിക്കണം എന്നൊക്കെ ഉണ്ട്, എന്നിട്ട് വേണ്ട എന്നാണ് നീ പറയുന്നതെങ്കിൽ അത് റിയാ ആവും മോനെ, സൂക്ഷിക്കണം എന്ന്. അത്രത്തോളം സൂക്ഷ്മശാലികളാണ് നമ്മുടെ പണ്ഡിതന്മാര്. അപ്പോ റിയാ എന്ന് പറയുന്നത് അത് എല്ലായിടത്തേക്കും കടന്നു വരും. കാരണം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒന്നുകൂടി കഴിക്കണം എന്നുണ്ട്, ഭക്ഷണമൊക്കെ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്, എന്നാല് മോശമല്ല എന്ന് കരുതി ഭക്ഷണം വേണ്ട വേണ്ട എന്ന് പറയും. കുറച്ചുകൂടി ഇടട്ടെ, വേണ്ട വേണ്ട വേണ്ട, എനിക്കത് വേണ്ട, എനിക്കിപ്പോ വേണ്ട എന്ന് പറയുന്നത് വേണം എന്ന ഉദ്ദേശം ഉണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. അതും റിയാഇന്റെ പരിധിയിൽ വരുമെന്നാണ്. എല്ലായിടത്തും ഇത് കടന്നു വരും. നമ്മുടെ ജീവിതത്തിൽ നികിതം എല്ലാ സംസാരത്തിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും കടന്നു വരാൻ സാധ്യതയുള്ള ഒരു വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് റിയാ. അതിനെ സൂക്ഷിക്കണം എന്നാണ് ഈ ബൈത്തിൽ പറഞ്ഞത്. ഈമാനു മർഇൻ ലാ യകൂനു തകാമുല ഹത്താ യറാ നാസൻ ബിഇബ്ലിൻ മുഫ്സിലാ. ഈമാനു മർഇൻ, ഒരു മനുഷ്യന്റെ ഈമാൻ, ലാ യകൂനു തകാമുല, അതൊരിക്കലും പൂർണ്ണമാകൂല. ഹത്താ യറാ നാസൻ, ഹത്താ യറാ, ഏതുവരെ, കാണുന്നത് വരെ, നാസൻ, ജനങ്ങളെ, ബിഇബ്ലിൻ മുഫ്സിലാ, ഒട്ടകത്തോട് ഉപമിക്കപ്പെട്ടതായിട്ട്. അപ്പോ ജനങ്ങൾ മൊത്തം ഒട്ടകങ്ങളാണ് എന്ന് മനസ്സിൽ തോന്നുന്നത് വരെ, എന്ന രൂപത്തിൽ നമുക്ക് മനസ്സ് പാകപ്പെട്ടു വരുന്നത് വരെ ഒരു മനുഷ്യന്റെ ഈമാന് പൂർണ്ണമാകൂല. എന്ന് പറഞ്ഞാൽ ജനങ്ങളൊക്കെ കഴുതകളാണ് അല്ലെങ്കിൽ ഒട്ടകങ്ങളാണ് എന്ന് ആലോചിക്കണം എന്നല്ല പറഞ്ഞതിന്റെ ഉദ്ദേശം. മറിച്ച് ഒരു ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് നമ്മള് മുന്നിലൊരു പശുവുണ്ട് എന്നതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് ആ ഇബാദത്തിന് ഒരു മോടി കൂട്ടുകയോ അല്ലെങ്കിൽ ഒന്ന് കുറക്കുകയോ ഒന്നും ചെയ്യില്ലല്ലോ. ആ പശു കാണാൻ വേണ്ടി നമ്മൾ എന്തോ ചെയ്യോ? ഇല്ല. ഒരു കോഴി കാണാൻ വേണ്ടി എന്തോ ചെയ്യോ? പൂച്ച കാണാൻ വേണ്ടി എന്തോ ചെയ്യോ? ഇല്ല. പൂച്ചയോട് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി ചെയ്യും. അതേസമയത്ത് മനുഷ്യന്മാര് കാണാൻ വേണ്ടി ചെയ്യും. അപ്പോ മനുഷ്യന്മാര് എന്നുള്ളത് അത് ഈ പൂച്ചയുടെയും ഈ കാണുന്ന പശുവിന്റെയും ഒട്ടകത്തിന്റെ ഒക്കെ സ്ഥാനത്തേക്ക് ഇറങ്ങി വരുന്നത് വരെ, ആ ഒരു ലെവലിലേക്ക് എത്തുന്നവരെ ഒരു മനുഷ്യന്റെ ഈമാൻ പൂർണ്ണമാകൂല എന്നാണ് ആ പറഞ്ഞത്. ഫയക്കൂനു, അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താ? ഫയക്കൂനു മദ്ഹുഹും, അവരുടെ പ്രശംസ അപ്പാകും, വദമ്മുഹും, അവരുടെ ആക്ഷേപങ്ങളും അപ്പോൾ ആകും. സവ തുല്യമാകും. ഫയക്കൂനു മദ്ഹുഹും വദമ്മുഹും സവ, അവരുടെ ആക്ഷേപവും അവരുടെ പ്രശംസയും അത് രണ്ടും തുല്യമാകും. അപ്പൊ അവര് നിന്നെ നീ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നത്, നീ അള്ളാഹുവിന്റെ വജ്ഹാണ് ഉദ്ദേശിക്കുന്നത്, നീ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് ചില ആളുകൾ നിന്നെ പ്രശംസിക്കും. ആ പ്രശംസിക്കുന്ന കാരണം കൊണ്ട് നിനക്ക് പ്രത്യേകമായിട്ട് മാനസികമായിട്ട് കിബിർ, ഉജ്ബ് പോലത്തെ രോഗങ്ങൾ വരുമോ? അത് വരൂല. കാരണം എന്താ? കാരണം നീ ആരാധിക്കുന്ന അള്ളാഹുവിനെയാണ്. അതുപോലെ തന്നെ വദമ്മുഹും, അവര് നിന്നെ ചിലപ്പോൾ നിന്റെ ഭാഗത്ത് എന്തെങ്കിലും ചില അപാകതകൾ, മാനുഷികമായിട്ട് ചിലപ്പോൾ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, മിസ്റ്റേക്കുകൾ സംഭവിക്കും. അത് കാണുമ്പോൾ നിന്നെ ആളുകൾ നിരൂപിക്കും. അപ്പൊ ആ നിരൂപിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരോട് വെറുപ്പ് തോന്നും. മനുഷ്യ സഹജമായിട്ടുള്ള ഒരു വെറുപ്പും അതുപോലെയുള്ള പല രോഗങ്ങളും വന്നുപെടും. അതും നിനക്ക് സംഭവിക്കൂല. എപ്പോ? അവരൊക്കെ ഈ കാണുന്ന ഒട്ടകങ്ങളുടെ ഒരു സ്ഥാനത്തേക്ക് നീ ഇറക്കി വെക്കുന്ന സമയത്ത് നീ ചെയ്യുന്ന ഈ വിവാദത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. അപ്പൊ പിന്നെ നിന്നെ വിമർശിക്കുന്നതോ നിന്നെ പ്രശംസിക്കുന്നതോ നിന്റെ ഇബാദത്തുകൾ അള്ളാഹുവിന് വേണ്ടി ഇഖ്ലാസായിട്ട് നടക്കുന്നത് എനിക്ക് തടസ്സമാകൂല എന്നാണ് പറഞ്ഞത്. തുല്യമാകും. ലം യഖ്ശ ലൗമത ലൈമിൻ ഫീ ദിൽ ഉലാ, അങ്ങനെ വരുമ്പോൾ ലം യഖ്ശ, ആ വ്യക്തി ആ രൂപത്തിൽ, പിന്നെ ജനങ്ങളെ ഒട്ടകങ്ങളുടെ രൂപത്തിൽ, ഒട്ടകങ്ങളുടെ സ്ഥാനത്ത് ജനങ്ങളെ കാണുന്നവൻ എന്ന് വെച്ചാല്, പിന്നെ നമ്മളിപ്പോ പറഞ്ഞ രൂപത്തില് മനുഷ്യരാണ്, അതുകൊണ്ട് എനിക്ക് കാണുമ്പോ ചെയ്യണം, അവര് കാണാൻ വേണ്ടി ചിലത് ചെയ്യണം, ചിലത് ചെയ്യാതിരിക്കണം എന്ന ഒരു രൂപം മനസ്സിൽ വരാതിരിക്കുന്ന സമയത്ത് ലം യഖ്ശ ലൗമത ലൈമിൻ,
ലം യഖ്ഷ, ആ വ്യക്തി ഭയക്കുകയില്ല, ലൗമത്തലായിമിൻ, ഒരൊറ്റ ആക്ഷേപകന്റെ ആക്ഷേപത്തെയും ഭയക്കുകയില്ല, ഫീ ദിൽ ഉലാ, ഉന്നതനായ അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യത്തിലും അവൻ അവൻ ജനങ്ങളുടെ ആക്ഷേപവും മറ്റു കാര്യങ്ങളും ഒന്നും അവനെ ഏൽക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അമലുൻ ലി അജ്ലിൻ നാസി ശിർകുൻ തർക്കുഹു ലിന്നാസി ദാകഹു വറ്റിയാഉ സബഹ്ലലാ ലാ തത്ലുബൻ ഇൻദൽ മുഹൈമിനി മൻസില ഇൻ കുൻത തത്ലുബു ഇൻദ നാസിൻ മൻസിലാ. അമലുൻ ലി അജ്ലിൻ നാസി, കൈയാണ് അവസാനിക്കാൻ പോവാ. അമലുൻ ലി അജ്ലിൻ നാസി, ജനങ്ങൾക്ക് വേണ്ടി അമല് ചെയ്യുക എന്ന് പറയുന്നത് ഷിർക്കുൻ, അത് ഷിർക്കാണ്. ഷിർക്കാണ് എന്ന് പറഞ്ഞാല് അത് പങ്കു ചേർക്കലാണ്. അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യുന്നതിൽ ജനങ്ങളുടെ പ്രീതിയെ കൂടെ എന്ത് ചെയ്യാണ്, പങ്കു ചേർക്കാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ഷിർക്കുൻ എന്ന് പറഞ്ഞത്. ജനങ്ങൾക്ക് വേണ്ടി അമല് ചെയ്യാന്ന് പറയുന്നത് അതിലൊരു പങ്കു ചേർക്കലുണ്ട്, അതിന്റെ പേരാണ് ഷിർക്ക്. അപ്പൊ ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, നേരെ അർത്ഥം പങ്കു ചേർക്ക, അത് നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഹദീസിൽ റിയാഇനെ പറ്റി പറഞ്ഞത് അത് ഷിർക്കുൻ അസ്ഗർ എന്നാണ് അതിനെ പറ്റി പറഞ്ഞത്. അതൊരു ചെറിയ ഷിർക്കാണ്. വലിയ ഷിർക്കാണ് അള്ളാഹുവിന് പങ്കു ചേർക്കുക എന്നുള്ളത്, ഏതില്, വിശ്വാസത്തിൽ പങ്കു ചേർക്കുക എന്നുള്ളത്. ഇത് അമലിൽ പങ്കു ചേർക്കുന്നതിനെ പറ്റിയിട്ടാണ് ചെറിയ ഷിർക്ക് എന്ന് പറയുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി പറയുന്നത് അമലുൽ ലിഅജ്ലിൻ നാസി ശിർക്കുൻ തെർക്കുഹു, അതിനെ ഒഴിവാക്കലാകുന്നത്, തെർക്കുഹു ലിന്നാസി, ജനങ്ങളുടെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് എന്തെങ്കിലും അമൽ ഒഴിവാക്കുക എന്നുള്ളതോ, അതും ദാക്കഹു വരിയ, അതും റിയാഹു തന്നെ. ജനങ്ങളുടെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഒരു അമലിനെ ഒഴിവാക്കുക എന്ന് പറയുന്നത് അതും റിയാഹു തന്നെയാണ് എന്നാണ് ഈ ബൈത്തിൽ പറഞ്ഞത്. ലാ തത്ലുബൻ ഇൻദൽ മുഹൈമിനി മൻസില, നീ അള്ളാഹുവിന്റെ അടുക്കല് ഒരു മൻസിലിനെ കരുതരുത്, തേടരുത്. ഇൻ കുന്ത തത്ലുബു ഇൻദ നാസിൻ മൻസില, നീ അള്ളാഹിന്റെ അടുക്കൽ സ്ഥാനം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കണം എല്ലാവരും. പക്ഷെ ബൈത്തിൽ പറയുന്നത് പറഞ്ഞാല് നീ അങ്ങനെ ആഗ്രഹിക്കാൻ നിൽക്കേണ്ടതില്ല. ലാ തത്ലുബൻ ഇൻദൽ മുഹൈമിനി മൻസില, മുഹൈമിനായ അള്ളാഹുവിന്റെ അടുത്ത് നീ ഒരു എന്താ പറയാ, ഒരു സ്ഥാനവും, മൻസിലൻ, ഒരു സ്ഥാനവും ലഭിക്കാൻ വേണ്ടി നീ തേടേണ്ടതില്ല, അവനോട് ചോദിക്കേണ്ടതില്ല. എപ്പോ, എന്താണ് ഇതിന്റെ അവസ്ഥയെങ്കിൽ, ഇൻ കുന്ത തത്ലുബു ഇൻദ നാസിൻ മൻസില, ജനങ്ങളുടെ അടുക്കല് നീ ജനങ്ങളുടെ അടുക്കൽ നീ ഒരു സ്ഥാനം ആഗ്രഹിച്ചു കൊണ്ടാണ് ഇബാദത്തുകളും മറ്റു കാര്യങ്ങളും നിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. എന്നാ പിന്നെ നീ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനവും മാനങ്ങളൊന്നും നീ എന്ത് ചെയ്യേണ്ടതില്ല, തേടേണ്ടതില്ല. തൊട്ട് മുന്നത്തെ വയത്തിൽ ഹുവറ്റിയ സബഹ്ലല എന്ന് പറഞ്ഞല്ലോ. റിയാ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വഭാവം എന്താ, സബഹ്ലല, അത് ഒന്നുമില്ലാതാക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോ കാരണം റിയായോടുകൂടി ഒരു അമല് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ അടുത്തുള്ള ഒരു സ്ഥാനവും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല, എല്ലാം അത് നശിപ്പിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ റിയാ പാടില്ല, നമ്മുടെ ഉദ്ദേശം ശുദ്ധിയാവണം എന്നാണ് ഇന്ന് പറഞ്ഞതിന്റെ ചുരുക്കം. ഇനി അടുത്തതായിട്ട് ഉസ്ലത്തിനെ പറ്റിയിട്ടൊക്കെ പറയാനുണ്ട്. പക്ഷെ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ തോന്നുന്നുണ്ട്. എന്തേലും ആഡ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്? അല്ല, അത് ഒരു വേർഡല്ല, അതിന് ഒരു അർത്ഥം പറയുന്ന ഒരു വേർഡല്ല. ഞാൻ പറഞ്ഞില്ലേ, മൈസ് എന്ന് പറയുന്നത് മീമ്, യാ, സ എന്നിവയുടെ അക്ഷരം കൂടിയിട്ടുള്ളതാണ്, അബജദ കണക്ക് പ്രകാരമുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, നമുക്കിവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.